പുടഭാഗ സ്വരസ നിർമ്മാണം ആയുർവേദത്തിലെ വൈശിക കൽപ്പനയിൽ പറയുന്ന പഞ്ചവിധ കഷായ കൽപ്പനകളിലൊന്നായ സ്വരസത്തിന്റെ മറ്റൊരു നിർമ്മാണ രീതിയാണ് പുടഭാഗ സ്വരസ നിർമ്മാണം. ആദ്യം ഔഷധദ്രവ്യങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് ചതച്ച് കൽക്കമാക്കുക. തുടർന്ന് ആ കൽക്കം വാഴയിലയിലോ ഏറണ്ട ഇലയിലോ പൊതിഞ്ഞ് നന്നായി കെട്ടുക. ശേഷം അതൊരു മൺകലത്തിൽ വച്ച് ചരൽ കൊണ്ട് മൂടി കലത്തിന്റെ വായ അടച്ചു കെട്ടുക. തുടർന്ന് മീഡിയം തീയിൽ ഏകദേശം 3 മണിക്കൂർ പുടം നൽകുക. പുടം കഴിഞ്ഞ് തണുത്ത ശേഷം മണ്ണും ഇലയും നീക്കം ചെയ്ത് ഉള്ളിലെ കൽക്കം നന്നായി പിഴിഞ്ഞ് സ്വരസം ശേഖരിക്കുക. സാധാരണയായി ഔഷധദ്രവ്യങ്ങൾ ചതച്ചു പിഴിഞ്ഞാണ് സ്വരസമെടുക്കാറ്. എന്നാൽ ചില ദ്രവ്യങ്ങളിൽ നിന്നും നേരിട്ട് സ്വരസം ലഭിക്കുകയില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ പുടഭാഗ സ്വരസ നിർമ്മാണ രീതി ഉപയോഗിക്കാറ്. പുടഭാഗ സ്വരസം എക്സ്റ്റേണലിയും ഇന്റേണലിയും നൽകാറുണ്ട്. എക്സ്റ്റേണലി നേത്രകൽപ്പനയിലൊന്നായ പുടഭാഗം എന്ന ക്രിയാകൽപ്പനയായി ചെയ്തു വരുന്നു. നേത്രദാഹം, നേത്രാഭിഷന്ധം, കണ്ണുചുവക്കൽ മുതലായ രോഗങ്ങളിലാണ് നൽകാറ്. ഇന്റേണലി രക്തപിത്തം, ശ്വാസം, കാസം, ജ്വരം, തൃഷ്ണം, ദാഹം മുതലായ രോഗങ്ങളിലും ചികിത്സയുടെ ഭാഗമായി ഇത് നൽകാറുണ്ട്. ഔഷധദ്രവ്യത്തിന്റെ പൊട്ടൻസി കൂട്ടുവാനും വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നിലനിർത്തുവാനും പുടഭാഗ സ്വരസ നിർമ്മാണ രീതിക്ക് സാധിക്കുന്നു.